everyone, welcome back to our channel, A Pinch of Love by Lakshmi. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരുപാട് സന്തോഷാട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം എനിക്കിപ്പോൾ കണ്ടിന്യൂസ്ലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഇത്ര നാള് ഓഫീസ് സംബന്ധമായ തിരക്കുകളായതുകൊണ്ട് തന്നെ നമുക്കൊരു വീഡിയോ എടുക്കുന്നതിനേക്കാളും മുമ്പ് അതിനെക്കുറിച്ച് പഠിക്കാനോ അത് ഷൂട്ട് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും സമയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് അതിനുള്ള സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോ റിസർച്ച് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സമയം, ഒരു ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രീ ടൈം ഞാൻ മാക്സിമം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഞാൻ ഇന്നൊരു പുതിയ കണ്ടന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ABC ജ്യൂസിനെ കുറിച്ചാട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ജ്യൂസ്, ഹെൽത്തി ജ്യൂസിനെ കുറിച്ച് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ABC ജ്യൂസിനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. A for apple, B for beetroot and C for carrot. നമ്മുടെ ഹെൽത്തി ആയ ബോഡിക്കും ഹെൽത്തി ആയ സ്കിന്നിനും ഹെൽത്തി ആയ ഹെയറിനൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസാണ് ഈ ഒരു ABC ജ്യൂസ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിന്റെ മെറിറ്റ്സും കൂടാതെ സൈഡ് എഫക്ട്സും കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. കൂടാതെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. പോലെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്തൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ ഫേവറേറ്റ് ജ്യൂസ് ഏതാണ് എന്നുള്ളത്. അതിപ്പോ ABC ആവണമെന്നില്ല, പൈനാപ്പിളോ മാംഗോ ഓറഞ്ച് അങ്ങനെ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ജ്യൂസ് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. എന്റെ എന്താന്നുള്ളത് ഞാൻ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് കമന്റ് ബോക്സിൽ കാണാം. നമ്മുടെ ABC ജ്യൂസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ് എന്നിവ നന്നായിട്ട് കഴുകി തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സി ഉപയോഗിച്ച് നന്നായിട്ട് അരച്ച് എടുക്കാം. അരയ്ക്കുമ്പോൾ അല്പം കൂടി വെള്ളം ചേർത്തിട്ട് അരയ്ക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഇഞ്ചിയോ മിന്റ് ലീവ്സോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിലിപ്പോൾ തൽക്കാലം അത് ചേർക്കുന്നില്ല. ആപ്പിളിനും ക്യാരറ്റിനും ചെറിയൊരു മധുരം ഉള്ളത് കൊണ്ട് തന്നെ ജ്യൂസിന് മധുരം ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേൻ ചേർക്കാവുന്നതാണ്. ഒരു കാരണവശാലും പഞ്ചസാര ചേർക്കാൻ പാടില്ല. ABC ജ്യൂസിൽ ഒരുപാട് വൈറ്റമിൻസ്, ന്യൂട്രിയൻസ്, അയേൺ, മാഗ്നീഷ്യം എന്നിവ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയ ഹെയറും സ്കിൻ ഉണ്ടാവാനും ഇത് ഹെൽപ്പ് ചെയ്യും. കൂടാതെ കണ്ണിൻ്റെ മസിൽ സ്ട്രോങ് ആക്കാനും നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് എല്ലാം കളയാനും നമുക്ക് ഡൈജഷൻ്റെ പ്രശ്നം അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ എന്നിവയുണ്ടെങ്കിൽ മാറാനും ഇത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മീലിന് പകരമായിട്ട് ഈ ജ്യൂസ് കുടിക്കാവുന്നതാണ്. കാരണം ഇതിൽ ലോ കലോറി കണ്ടന്റും ഹൈ ഫൈബർ കണ്ടന്റും ആണ് ഉള്ളത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ബൂസ്റ്റ് ചെയ്യുക മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുള്ള ക്യാൻസർ സെൽസിനെ നശിപ്പിക്കാൻ വരെ ഈ ജ്യൂസിന് പറ്റുന്നതാണ്. അധികമായാൽ അമൃതവും വിഷം എന്ന് പറയുന്ന പോലെ തന്നെ ഈ ജ്യൂസിന് ഇത്രയും ഗുണങ്ങളുണ്ടെങ്കിലും അതിന് കുറച്ച് സൈഡ് എഫക്ട്സ് കൂടി ഉണ്ട്. ഈ ജ്യൂസ് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയാനായിട്ട് സഹായിക്കും. പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി ലോ BP ഉള്ളവരാണെങ്കിൽ അത് കുറച്ചുകൂടി കുറയാൻ ഈ ഒരു ജ്യൂസ് കാരണമാണ്. കൂടാതെ ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള ഓക്സലേറ്റ്സ് നമുക്ക് കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവാനും കാരണമാണ്. കൂടാതെ ചിലവർക്ക് ബീട്രൂട്ടിന് അലർജി ഉണ്ടാവും. അപ്പം അങ്ങനെ അലർജി ഉള്ളവർക്ക് ഈ ജ്യൂസ് കുടിച്ചു കഴിയുമ്പോൾ കണ്ണിന് ചൊറിച്ചിലും ആസ്മ പോലുള്ള സിംറ്റംസ് കാണിക്കുന്നതാണ്. എന്നും കുടിക്കുന്നതിന് പകരം ആഴ്ചയിൽ 2-3 ദിവസം കുടിക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കൂടാതെ ഇത് അരച്ച് കഴിയുമ്പോൾ ഒരു തിക്ക് പേസ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ആ തിക്നെസ്സോടുകൂടി കൂടി തന്നെ കുടിക്കുക. കാരണം അത് നമ്മൾ അരിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫൈബർ കണ്ടന്റ് എല്ലാം പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു തിക്ക് ജ്യൂസ് നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ വയറ് നിറയുകയും ചെയ്യും. അതല്ല നിങ്ങൾക്കൊരു ജ്യൂസ് പോലെ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അരിച്ചെടുക്കാവുന്നതാണ്. ഈ ജ്യൂസ് ഏതെങ്കിലും ഒരു മീലിന് പകരമായിട്ടോ അല്ലെങ്കിൽ 2 മീലിന് ഇടയ്ക്കുള്ള സമയത്തോ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ABC ജ്യൂസിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ അറിയിച്ചോളൂ. കൂടാതെ നിങ്ങളുടെ ഫേവറേറ്റ് ജ്യൂസ് ഏതാ എന്നുള്ളതും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയ ബോഡിക്കും ഹെൽത്തി ആയ സ്കിന്നിനും ഹെൽത്തി ആയ ഹെയറിനും നമ്മുടെ ABC ജ്യൂസ് കുടിക്കാനായിട്ട് മറക്കരുത്.